മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിലെ പരാജയപ്പെട്ട 100ഓളം സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനെതിരെ മഹാരാഷ്ട്രയിലെ വിവിധ കോടതികളിൽ ഹർജി നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ അപാകതയാണ് പ്രധാന വിഷയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതത്തിനെതിരെയാണ് കോൺഗ്രസ് പോരാടുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതം കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ ഭീഷണിയാണ്. ജനാധിപത്യത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാനദണ്ഡം പാലിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു എന്നതാണ് കോൺഗ്രസിന്റെ വലിയ ഒരു ആരോപണം. വോട്ടർ പട്ടികയിലെ കാര്യമായ വ്യത്യാസം BJP സഖ്യത്തിന് ഗുണം ചെയ്തു എന്നതാണ് ഹർജിയിൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം 48 ലക്ഷം വർദ്ധിച്ചു. 2019നും 2024നും ഇടയിലുള്ള 5 വർഷം കൊണ്ട് വോട്ടർമാരുടെ എണ്ണം 32 ലക്ഷമാണ് വർദ്ധിച്ചത്. അപ്പോൾ വെറും 6 മാസത്തിനുള്ളിൽ വോട്ടർമാരുടെ എണ്ണം 48 ലക്ഷം വർദ്ധിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുകയാണ്. ഈ അപാകത വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 132 നിയമസഭാ മണ്ഡലങ്ങളിൽ 20,000 മുതൽ 25,000 വരെ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതായി കോൺഗ്രസ് പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ ഈ 132 മണ്ഡലങ്ങളിൽ 112ലും BJP വിജയിച്ചു. ഇതാണ് കോൺഗ്രസിന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി പുറത്തുവിടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. സുപ്രീം കോടതിയിലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹർജി നൽകിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള കോൺഗ്രസിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയാണ്. ഏതായാലും 100 സീറ്റുകളുടെ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നതാണ് അറിയുന്നത്. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ റീപോളിംഗ് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് വലിയ തിരിച്ചടിയായിരിക്കും ആ തീരുമാനം.